BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. 2035ഓടെ രാജ്യത്തെ മരങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി നടക്കുന്ന വനവൽക്കരണ പരിപാടിയോടനുബന്ധിച്ച് അഹമ്മദ് ടൗണിൽ 8300ലധികം മരങ്ങൾ നട്ടു. ദേശീയ വനവൽക്കരണ പരിപാടിയുടെ രണ്ടാം ഘട്ടമായാണ് മരം നട്ടത്. മൂന്നാം ഘട്ടത്തിൽ 2500 വൃക്ഷത്തൈകൾ കൂടി ഷെയ്ഖ് അഹമ്മദ് അവന്യൂവിൽ നടും. മുനിസിപ്പാലിറ്റീസ് അഫയേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ഖലീഫ സ്ഥലം സന്ദർശിച്ചു. വിവിധ ഗവർണറേറ്റുകളിലുടനീളം ഹരിത ഭംഗി വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. നോർത്തേൺ മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ ലാമിയ അൽ ഫദാലയും മറ്റ് മന്ത്രാലയ ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. പദ്ധതിയുടെ രണ്ടാം ഘട്ടം അവസാനിച്ചപ്പോൾ ഷെയ്ഖ് അഹമ്മദ് അവന്യൂവിൽ 8300 മരങ്ങൾ നട്ടുപിടിപ്പിച്ചതായും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ഖലീഫ് പറഞ്ഞു. റോഡിന്റെ 18 കിലോമീറ്റർ നീളത്തിൽ 10800 മരങ്ങൾ എന്നതാണ് ലക്ഷ്യം. ദേശീയ വനവൽക്കരണ പരിപാടി ലക്ഷ്യത്തിലെത്താൻ മറ്റ് മന്ത്രാലയങ്ങളുമായും സർക്കാർ ഏജൻസികളുമായും സഹകരിച്ച് വനവൽക്കരണ പരിപാടികളും സംരംഭങ്ങളും മന്ത്രാലയം തുടരും. 2060ഓടെ കാർബൺ എമിഗേഷൻ 0-ലെത്തുക എന്നതാണ് ബഹ്റൈൻ ലക്ഷ്യമിടുന്നത്. കണ്ടൽ കാടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കാർഷിക നഴ്സറികൾ സ്ഥാപിച്ചിരുന്നു. പൊതുനിരത്തുകളിലും ചത്വരങ്ങളിലും 140,000-ലധികം മരങ്ങൾ പിടിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ 110,000 കണ്ടൽ ചെടികളും നടും. 2035 ആകുമ്പോഴേക്കും 1.8 ദശലക്ഷത്തിൽ നിന്ന് 3.6 ദശലക്ഷമായി മരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഹമദ് രാജാവിന്റെ വികസന നയങ്ങൾക്കനുസൃതമായി നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൽ ബഹ്റൈൻ എക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് നടത്തുന്ന ശ്രമങ്ങളെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയും ബഹ്റൈൻ സാമ്പത്തിക വികസന ബോർഡ് ചെയർമാനുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ പ്രശംസിച്ചു. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ഗുദൈബിയ പാലസിൽ EDB ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നു. ഈ വർഷം ആദ്യ പകുതിയിൽ EDB കൈവരിച്ച നേട്ടങ്ങൾ യോഗം അവലോകനം ചെയ്തു. സുസ്ഥിര വികസന മന്ത്രിയും ബഹ്റൈൻ എക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവുമായ നൂർ ബിൻ അലി അൽ ബുലൈഫ് ബോർഡിന്റെ ശ്രമഫലമായി വന്ന പുതിയ നിക്ഷേപ പദ്ധതികൾ സംബന്ധിച്ച് വിശദീകരിച്ചു. 62 പ്രാദേശിക അന്തർദേശീയ നിക്ഷേപ പദ്ധതികളിൽ നിന്ന് 399.2 ദശലക്ഷം BD നിക്ഷേപം ആകർഷിക്കാൻ കഴിഞ്ഞു. ഇതിൽ 40% പുതിയ സംരംഭങ്ങളാണ്. 60% വിപുലീകരണ പദ്ധതികളും വൈവിധ്യമാർന്ന നേരിട്ടുള്ള നിക്ഷേപങ്ങൾ ഏറ്റവും അധികം വന്നത് ഉൽപാദന മേഖലയിലാണെന്നതും ശ്രദ്ധേയമാണ്. ടൂറിസം, ധനകാര്യ സേവന മേഖലകളിലും പുതിയ നിക്ഷേപം വന്നു. ഈ നിക്ഷേപങ്ങൾ അടുത്ത 3 വർഷത്തിനുള്ളിൽ 5400 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യ ആസ്ഥാനമായ സെമി കണ്ടക്ടർ നിർമ്മാതാക്കളായ പോളിമാടെക്, സിംഗപ്പൂർ ഗൾഫ് ബാങ്ക്, ഹോം ഗ്രൗണ്ട് ടെക് കമ്പനിയായ അറേ, അമാന ഹെൽത്ത് കെയർ, സ്ട്രാത്സ്ക്ലൈഡ് യൂണിവേഴ്സിറ്റി എന്നിവയിൽ നിന്നടക്കം നിക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. പ്രമുഖ പാക്കേജിംഗ് സൊല്യൂഷൻ പ്രൊവൈഡറായ കിങ്കോ ബഹ്റൈൻ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് പാർക്കിൽ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ബജാജ് ഇൻഡസ്ട്രീസും ബഹ്റൈനിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ഖലീഫ ബിൻ സൽമാൻ പോർട്ടിന് സമീപം ട്രക്കുകൾ കൂട്ടിയിടിച്ചു. അപകടത്തെ തുടർന്ന് ട്രക്കുകളിൽ ഒന്നിൽ കുടുങ്ങിയ ആളെ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. നാഷണൽ ആംബുലൻസ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചു. അഹമ്മദ് ടൗണിലെ വീട്ടിൽ തീപിടുത്തം, 6 പേരെ രക്ഷപ്പെടുത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടവരെ ദേശീയ ആംബുലൻസ് സർവീസിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. തീപിടുത്ത കാരണം അന്വേഷിക്കുന്നു. ബഹ്റൈൻ കേരളീയ സമാജം നവരാത്രി ആഘോഷം ഒക്ടോബർ 9, 10, 12, 13 തീയതികളിൽ നടക്കുമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ അറിയിച്ചു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ 13 നടക്കുന്ന എഴുത്തിനിരുത്ത് ചടങ്ങുകൾക്കായി കേരളത്തിലെ പ്രമുഖ പോലീസ് ഓഫീസർ S. ശ്രീജിത്ത് IPS എത്തിച്ചേരും. സ്വന്തം പരിശ്രമത്തിലൂടെ സംഗീത രംഗത്തും ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിക്കുന്ന വ്യത്യസ്തനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് ശ്രീജിത്ത്. രാവിലെ 5 നടക്കുന്ന വിദ്യാരംഭം ചടങ്ങുകളിൽ എഴുത്തിനിരുത്ത് ചടങ്ങിന് നേതൃത്വം നൽകുന്ന അദ്ദേഹം നവരാത്രി സംഗീതോത്സവത്തിൽ ഗാനാർച്ചന നടത്തും. നൃത്തസംഗീത പരിപാടികളോടെ ആഘോഷിക്കുന്ന നവരാത്രി മഹോത്സവത്തിന്റെ വിവരങ്ങൾക്കും എഴുത്തിനിരുത്തിനും റിയാസ് ഇബ്രാഹിം, വിനയ് ചന്ദ്രൻ നായർ എന്നിവരെ ബന്ധപ്പെടാവുന്നതാണ്.
ബഹ്റൈൻ നവകേരളയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ ചരിത്രത്തിലെ സമുന്നത നേതാവായിരുന്ന വെളിയം ഭാർഗവൻ അനുസ്മരണം ഇന്ത്യൻ ക്ലബിൽ നടത്തി. ഇടതുമുന്നണി സംവിധാനത്തിൽ നിർണായക പങ്കുവയ്ക്കുകയും ദിശാബോധം നൽകുകയും ചെയ്ത നേതാവായിരുന്നു അദ്ദേഹം. പാർലമെന്ററി വ്യാമോഹം തീരെ ഇല്ലാതിരിക്കുകയും വാക്കിലും പ്രവൃത്തിയിലും ഇടതുപക്ഷ മൂല്യങ്ങൾ പിന്തുടരുകയും നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാത്ത നേതാവായിരുന്നു അദ്ദേഹമെന്നും അനുസ്മരണ പ്രസംഗത്തിൽ ബഹ്റൈൻ നവകേരള പ്രസിഡന്റ് NK ജയൻ പറഞ്ഞു. നവകേരള കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ബഹ്റൈൻ നവകേരള കോർഡിനേഷൻ സെക്രട്ടറിയും ലോക കേരള സഭാംഗവുമായ ഷാജി മൂതല അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയും ലോക കേരള സഭാംഗവുമായ ജേക്കബ് മാത്യൂസ് സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം റെയ്സൺ വർഗീസ് നന്ദിയും പറഞ്ഞു. ആരോഗ്യ പ്രശ്നവും നിയമക്കുരുക്കും മൂലം നാട്ടിൽ പോകാൻ കഴിയാതെ വലഞ്ഞ മലയാളി പ്രവാസി ലീഗൽ സെൽ സഹായത്തോടെ നാട്ടിലെത്തി. സന്തോഷാണ് നീണ്ടകാലത്തെ നിയമക്കുരുക്കിൽ നിന്ന് മുക്തി നേടി നാടണഞ്ഞത്. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഇദ്ദേഹം സൽമാനിയ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഒന്നിലധികം യാത്രാവിലക്കുകളും 3 കേസുകളും അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്നു. 3 വർഷത്തെ തടവും വിധിച്ചിരുന്നു. എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങൾ മുൻനിർത്തി പ്രവാസി ലീഗൽ സെൽ നൽകിയ ദയാഹർജി കോടതി സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ പേരിലുള്ള തടവ് ശിക്ഷ റദ്ദ് ചെയ്യുകയുമായിരുന്നു. നാട്ടിലേക്കുള്ള തിരിച്ചുപോക്ക് ദ്രുതഗതിയിലാക്കാനും കോടതി ഉത്തരവായി. പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ കോർഡിനേറ്ററും ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റുമായ സുധീർ തിരുനലത്തിന്റെയും ബഹ്റൈൻ അഭിഭാഷകൻ താരിഖ് അലോവിന്റെയും ഇടപെടൽ മൂലമാണ് ഇത് സാധ്യമായത്. ഹോപ്പ് വളണ്ടിയർമാരായ സാബു ചിറമ്പേൽ, ഫൈസൽ പട്ടാണ്ടി, അഷ്കർ പൂഴിത്തല, KT സലീം, MMT വോയിസ് ഓഫ് ബഹ്റൈൻ, കണ്ണൂർ ഫ്രണ്ട്സ് അംഗങ്ങൾ എന്നിവരും സഹായഹസ്തവുമായി എത്തി. ഇന്ത്യൻ എംബസി അധികൃതരും സൽമാനിയ മെഡിക്കൽ ടീമും സഹായിച്ചു. വ്യാഴാഴ്ച എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ സന്തോഷ് നാട്ടിലേക്ക് പുറപ്പെട്ടു. നാട്ടിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനായി നോർക്ക ആംബുലൻസ് ഏർപ്പാടായിരുന്നു. തുടർ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ ദുഃഖമറിയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമയിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല പൊന്നമ്മയുടെ കലാജീവിതമെന്നും നാടകത്തിലും ടെലിവിഷനിലുമെല്ലാം ശ്രദ്ധേയമായ സംഭാവനകളാണ് നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തോടെ തിളക്കമുള്ള ഒരു അധ്യായത്തിനാണ് തിരശീല വീണിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കവിയൂർ പൊന്നമ്മയുടെ കലാജീവിതം തളിരിട്ടതും വളർന്നതും കേരളത്തിന്റെ പുരോഗമന സാംസ്കാരിക മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിച്ച KPSCയിലാണ്. മറ്റു പല പ്രധാന നാടക സമിതികളിലും പ്രവർത്തിച്ചു. വളരെ പെട്ടെന്ന് തന്നെ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായെന്ന് മുഖ്യമന്ത്രി അനുശോചനക്കുറിപ്പിൽ കൂട്ടിച്ചേർത്തു. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട സെപ്റ്റംബർ 20 പുറത്തുവന്ന 20 പേരുടെ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായെന്ന് മന്ത്രി വീണ ജോർജ്. ഇന്നലെ പുതുതായി ആരെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സമ്പർക്ക പട്ടികയിൽ 267 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 81 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 177 പേർ പ്രൈമറി കോൺടാക്ട് പട്ടികയിലും 90 പേർ സെക്കൻഡറി കോൺടാക്ട് പട്ടികയിലുമാണ്. പ്രൈമറി പട്ടികയിലുള്ള 134 പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത്. മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി രോഗലക്ഷണങ്ങളുമായി ഒരാൾ ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായി. ഈ വ്യക്തിയടക്കം 4 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 28 പേർ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അഡ്മിറ്റായി ചികിത്സ തുടരുന്നുണ്ട്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് മികച്ച മാനസിക പിന്തുണയാണ് നൽകി വരുന്നത്. ഇന്നലെ 3 പേർ ഉൾപ്പെടെ 268 പേർക്ക് കോൾ സെന്റർ വഴി മാനസിക പിന്തുണയും നൽകി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.